Praise the Lord. Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 Glory to God. Glory to God. Glory to God. Praise the Lord. Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 പരിശുദ്ധനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പരിശുദ്ധന് മഹത്വം, പരിശുദ്ധന് മഹത്വം, പരിശുദ്ധന് മഹത്വം, പരിശുദ്ധന് മഹത്വം, പരിശുദ്ധന് മഹത്വം, പരിശുദ്ധന് മഹത്വം. ഹല്ലേലൂയ. 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 Hallelujah, hallelujah, hallelujah. Glory to God, glory to God, glory to God, glory to God, glory to God. Jesus, 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 we worship you. Hallelujah. Glory to God, glory to God, glory to God, glory to God, glory to God. Hallelujah, 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 hallelujah. പരിശുദ്ധനേ, 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 പരിശുദ്ധനേ. Hallelujah, 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 hallelujah. Thank you, Jesus, thank you, Jesus. Hallelujah, 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 hallelujah. Praise the Lord, hallelujah. Hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Glory, 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 glory. Thank you, Lord. Hallelujah, hallelujah. Glory, 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 glory. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ജനമായി ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പകൽ കടന്നു വരുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവസന്നിധിയോടടുത്ത് വരുവാൻ, അങ്ങേ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, നന്ദി കരേറ്റുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം കർത്താവ് ഒരുക്കി തന്നതിനായി സ്തോത്രം. ആ വലിയ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ആദിയോടന്തം പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ആദിയോടന്തം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് ധാരാളം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ ലൈവിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ വിശുദ്ധ പകൽക്കാലം കോയമ്പത്തൂർ എലീം ഫെയ്ത്ത് ടാബർനാക്കിളിൽ നിന്നും ലൈവായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് വീണ്ടും ഒരവസരം കൂടെ ഈ ഭൂമിയിൽ നൽകിയതിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരംഭത്തിൽ നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ അൻപുള്ള രക്ഷകൻ യേശുവേ, ഞാൻ നിന്റെ നാമത്തെ വാഴ്ത്തിയിടുമേ.
ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ അൻപുള്ള രക്ഷകനേശുവേ, ഞാൻ നിന്റെ നാമത്തെ വാഴ്ത്തിടുമേ. എൻ്റെ അൻപുള്ള രക്ഷകനേശുവേ, ഞാൻ നിന്റെ നാമത്തെ വാഴ്ത്തിടുമേ. നിന്നെ പോലൊരു ദേവനെ ഭൂമിയിൽ അറിഞ്ഞിടാം, ജീവനെ തന്നവൻ നീ. നിന്നെ പോലൊരു ദേവനെ ഭൂമിയിൽ അറിഞ്ഞിടാം, ജീവനെ തന്നവൻ നീ. ആനന്ദമാനന്ദമേ, അല്ലും പകലിലും പാടിയിടുമേ. ആനന്ദമാനന്ദമേ, അല്ലും പകലിലും പാടിയിടുമേ. യേശുവേ എൻ്റെ ആശയതേ, യേശുവേ എൻ്റെ ആശയതേ. എൻ്റെ അൻപുള്ള രക്ഷകനേശുവേ, ഞാൻ നിന്റെ നാമത്തെ വാഴ്ത്തിയിടുമേ. എൻ്റെ അൻപുള്ള രക്ഷകൻ യേശുവേ, ഞാൻ നിന്റെ നാമത്തെ വാഴ്ത്തിയിടുമേ. നിന്നെ പോലൊരു ദേവനെ ഭൂമിയിൽ അറിഞ്ഞിടാം, ജീവനെ തന്നവൻ നീ. നിന്നെ പോലൊരു ദേവനെ ഭൂമിയിൽ അറിഞ്ഞിടാം, ജീവനെ തന്നവൻ നീ. ആനന്ദമാനന്ദമേ, അല്ലും പകലിലും പാടിയിടുമേ. ആനന്ദമാനന്ദമേ, അല്ലും പകലിലും പാടിയിടുമേ. യേശുവേ എൻ്റെ ആശയതേ, യേശുവേ എൻ്റെ ആശയതേ. അമ്മയപ്പനും ബന്ധുമിത്രാദിധനം മാനം എല്ലാം എനിക്കു നീയേ. അമ്മയപ്പനും ബന്ധുമിത്രാദിധനം മാനം എല്ലാം എനിക്കു നീയേ. വാനം ഭൂമിയുമാകവേ മാറുമെന്നാകിലും വാക്കുമാറാത്തവൻ നീ. വാനം ഭൂമിയുമാകവേ മാറുമെന്നാകിലും വാക്കുമാറാത്തവൻ നീ. ആനന്ദമാനന്ദമേ, അല്ലും പകലിലും പാടിയിടുമേ. ആനന്ദമാനന്ദമേ, അല്ലും പകലിലും പാടിയിടുമേ. യേശുവേ എൻ്റെ ആശയതേ, യേശുവേ എൻ്റെ ആശയതേ. എൻ്റെ സൃഷ്ടിതാവേ, നിന്നെ ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ആനന്ദമേ. എൻ്റെ സൃഷ്ടിതാവേ, നിന്നെ ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ആനന്ദമേ. നിന്നെ കീർത്തിക്കും ഞാനെല്ലാ നേരവും, നിന്നാത്മശക്തി പകർന്നതാലേ. നിന്നെ കീർത്തിക്കും ഞാനെല്ലാ നേരവും, നിന്നാത്മശക്തി പകർന്നതാലേ. ആനന്ദമാനന്ദമേ, അല്ലും പകലിലും പാടിയിടുമേ. ആനന്ദമാനന്ദമേ, അല്ലും പകലിലും പാടിയിടുമേ. യേശുവേ എൻ്റെ ആശയതേ, യേശുവേ എൻ്റെ ആശയതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആനന്ദമേ,
അല്ലും പകലിലും ഞാൻ പാടിയിടുമേ. യേശുവേ, നീ മാത്രമാണ് എൻ്റെ ആശ. അപ്പനും അമ്മയും ബന്ധുമിത്രാദി ധനം മാനം എല്ലാം എനിക്ക് നീയാണെന്ന് ഈ വിശുദ്ധ പകലിൽ കർത്താവിനെ നോക്കി നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും കർത്താവിന് നന്ദി കരേറ്റുവാൻ കഴിയുമോ? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും കർത്താവിന് സ്തോത്രം കരേറ്റുവാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയങ്ങൾ ഹൃദയങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ, ആയവൻ ഏവരിലും അതിധന്യൻ എന്ന പാട്ട് നമുക്ക് ഒരുമിച്ച് കരങ്ങളെ തട്ടി ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. യാഹിൻ വാസമെന്തതികാമ്യം, യാഹിൻ വാസമെന്തതികാമ്യം. വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം, ഘോഷിക്കുന്നൻ ഹൃദയം ജഡവും, ഘോഷിക്കുന്നൻ ഹൃദയം ജഡവും. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. കുരികിൽ തനിക്കൊരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി, നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. കുരികിൽ തനിക്കൊരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി, നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിൻ തിരുബലിപീഠം തന്നെ, നിൻ തിരുബലിപീഠം തന്നെ. ധന്യർ നിന്നാലയത്തിൽ വസിപ്പോർ, നിത്യം സ്തുതിക്കും അവർ നിന്നെ, നിത്യം സ്തുതിക്കും അവർ നിന്നെ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. ആമേൻ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും, താഴ്ച ഭവിക്കുകയില്ലെന്നും. ആമേൻ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും, താഴ്ച ഭവിക്കുകയില്ലെന്നും. ഈ വിധമുള്ളോർ മനസ്സുകളിൽ, ആമേൻ, ഈ വിധമുള്ളോർ മനസ്സുകളിൽ നയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരിയൻ പെരുവഴികൾ, സിയോൻ നഗരിയൻ പെരുവഴികൾ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. ആമേൻ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. കണ്ണുനീർ താഴ്വര അതുവഴിയായവർ യാനം ചെയ്യുമ്പോൾ, ആയതു മാറും ജലാശയമായി. കണ്ണുനീർ താഴ്വര അതുവഴിയായവർ യാനം
ചെയ്യുമ്പോ ആയതു മാറും ജലാശയമായി. മുൻമഴ അനുഗ്രഹ പൂർണ്ണമാകും. ആമേൻ. മുൻമഴ അനുഗ്രഹ പൂർണ്ണമാകും. ബലം അവർ ബലത്തിനുമേൽ ചെന്നെത്തുമേ വരും സിയോനിൽ. ആമേൻ. ചെന്നെത്തുമേ വരും. ഹല്ലേലൂയ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ആമേൻ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ഓ ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും ആഴ്ച ഭവിക്കുകയിൽ. ഓ ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയിൽ. ഓ ഇவ்விதമുള്ളോർ മനസ്സുകളിൽ. ആമേൻ. ഇவ்விதമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരിയൻ പെരുവഴികൾ. ആമേൻ. സിയോൻ നഗരിയൻ പെരുവഴികൾ. സേനയൻ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ഓ സേനയൻ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ഏ കുരികൾ തനിക്കൊരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. കുരികിൽ തനിക്കൊരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിൻ തിരുബലിപീഠം തന്നെ. ആമേൻ. നിൻ തിരുബലിപീഠം തന്നെ. ധന്യർ നിന്നാലയത്തിൽ വസിപ്പോർ നിത്യം സ്തുതിക്കും അവർ നിന്നെ. നിത്യം സ്തുതിക്കും അവർ. ആമേൻ. ആമേൻ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ആമേൻ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. കണ്ണുനീർ താഴ്വരെ അതുവഴിയായി അവർ യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമായി. കണ്ണുനീർ താഴ്വരെ അതുവഴിയായി അവർ യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമായി. മുൻമഴ അനുഗ്രഹ പൂർണ്ണമാകും. മുൻമഴ അനുഗ്രഹ പൂർണ്ണമാകും. പ്രാപിക്കും ബലം അവർ ബലത്തിനുമേൽ ചെന്നെത്തുമേ വരും സിയോനിൽ. ആമേൻ. ചെന്നെത്തുമേ വരും സിയോനിൽ. സേനയിനധിപൻ ദേവനിലതിയായി ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സേനയിനധിപൻ ഉരാബ ശന്ധാരാബ രീഗഥാലെ വൈദേരേഗ തുരാബാല ശന്ധാരാബ ഉഡാമാന റബാൽ ശന്തുര്യാഥാരബാൽ തുരജനക തുനിവി ശന്തുര്യാധര രേഗാ തുരവാ രഗത ചുരക തൂരാരബലം വൈഡം രഗതം ചുരകം വൈഡം രേഗത്താലെ വൈഡരേഗ തൂരബാല ശന്ധരാബ വൈഡരാജ അടക രഗത ചുരക തരബ ശന്ധരഗത ചുരക തരവെ രഗത ചുരക തൂരബാല Ramana Rava Shanturiantana Ragal Turajalaga Turibi Shanturiantana Rababa. Hallelujah. Rava Shantaraga Turabala Shantaraba. Vaida Raja Riga Tale, Vaida Rega Turabala Shantorogo Turabala, Vaida Raja Riga Tala. Hallelujah. Rava 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 Shanturiantana Raga Turajalaga Turibi. Vaidamana Hasyara Valaga Turajalaga Turibi Shanturi Antana Raga Turajalaga Turibi Rage Turabalaba
വൈഡമന ഹസ്യരവ ശന്തുരിയാതാരാബാബാബ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. ദിവാരാഗൽ വൈഡരാഗ തീരാജാല വൈഡരേഗ ദൂരവാല ശന്തരാഗ വൈഡരാജ ഉഡമാന ഹസ്യരീവ ദൂരവാല ശന്തരാഗ രീഗതാല വൈഡരാഗ ഉഡമാന രീഗതാലെ വൈഡരേഗ ദൂരവാല ശന്തരാഗ വൈഡരാജ രീഗതോരോ വൈഡരോജോ ഉഡമാന ഹസ്യരീഗ ദൂരവാല ശന്തരേഗ ദൂരവാല വൈഡരേഗ ദൂരവാ വൈഡരാജ രീഗതാലെ വൈഡരേഗ ദൂരവാല ശന്തരാഗ വൈഡരേഗ ദൂരജാല വൈഡരാഗ അടമരഗത ജുരഗദാര ശന്തരഗത ജുരഗതേരെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉഡമന ഹസ്യരവ ശന്തുരിയാതാനാരാബാബാബ. വൈഡമന രീഗതുനജാലഗ തുരിവി ശന്തുരിയാതാനാരാബാബാബ. റബബബ ശന്തുരിയാതാനാരാബാബ. ഉഡമന ഹസ്യരവല രഗതുരജലഗ തുരിവി ശന്തുരിയാതാനാരാബ. Hallelujah. Praise the Lord. Hallelujah. 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 Oh Jesus. Hallelujah. Yeshua. Glory, hallelujah. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകലിൽ പറയാൻ കഴിയും, അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ജീവിതത്തിൽ പ്രിയരെ, നമുക്ക് ഏക ആശ്രയം കർത്താവ് മാത്രമാണ്. സഹോദരങ്ങൾ നമ്മളെ കണ്ടില്ലെന്ന് വന്നേക്കാം, സഹോദരങ്ങൾ നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കിയില്ലെന്ന് വന്നേക്കാം, സഹോദരങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ കണ്ടിട്ടും കണ്ണടച്ചിരുന്നെന്ന് വന്നേക്കാം, അപ്പനും അമ്മയും നമ്മെ ഉപേക്ഷിച്ചെന്ന് വന്നേക്കാം. നമ്മുടെ പ്രതിസന്ധികളിൽ പ്രിയരെ ആരും നമ്മുടെ കൂടെ നിൽക്കത്തില്ല കേട്ടോ. നമ്മുടെ പോക്കറ്റിൽ എന്തെങ്കിലും പണമുണ്ടെങ്കിൽ നമ്മിൽ നിന്നും എന്തെങ്കിലും അവർക്ക് സഹായമുണ്ടെങ്കിൽ, എന്തെങ്കിലും അവർക്ക് പ്രതീക്ഷിക്കാനുണ്ടെങ്കിൽ മാത്രമേ നിന്റെ കൂടെ സഹോദരങ്ങൾ നിൽക്കത്തുള്ളൂ. സ്റ്റാറ്റസിനൊപ്പം നിൽക്കാൻ നിനക്കില്ലെങ്കിൽ നിന്റെ സഹോദരങ്ങളൊന്നും നിന്റെ കൂടെ കാണത്തില്ല. സഹോദരങ്ങളെന്നൊക്കെ പേര് പറയാൻ മാത്രമേ കാണൂ. എന്നാൽ ഭക്തൻ പാടുന്നു, അപ്പനും അമ്മയും വീടും ധനങ്ങളും
വസ്തുസുഖങ്ങളും കർത്താവത്രേ. കർത്താവിൽ പ്രത്യാശ വെക്കുന്ന ഒരു ഭക്തൻ, അവന് ഈ ഭൂമിയിൽ നിരാശയില്ല കേട്ടോ. അവന് വീടില്ലെങ്കിലും നിരാശയില്ല, അവന് പണമില്ലെങ്കിലും നിരാശയില്ല, അവന് കാറില്ലെങ്കിലും നിരാശയില്ല, ആഡംബര ജീവിതമില്ലെങ്കിലും അവന് നിരാശയില്ല. കാരണം അവൻ്റെ കൂടെയുള്ളത് സകലത്തെയും നിർമ്മിച്ച കർത്താവാണ്. നമ്മുടെ പ്രത്യാശ നമുക്ക് കർത്താവിൽ വെക്കാം പ്രിയരെ. നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ നമുക്ക് അർപ്പിക്കാം പ്രിയരെ. ഇന്ന് പകലിൽ നമുക്ക് മറ്റൊന്നിലും നമ്മുടെ പ്രത്യാശ വേണ്ട. നിന്റെ സഹോദരങ്ങൾ നിന്നെ സഹായിച്ചില്ലെന്ന് വന്നേക്കാം. നിന്നെ സഹായിക്കേണ്ട ഒരാപത്ത് ഘട്ടത്തിൽ, നിന്നെ സഹായിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുഖം തിരിച്ചു നിന്നെന്ന് വന്നേക്കാം. പക്ഷെ കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. കർത്താവ് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ആ വരികളൊന്ന് ചേർന്ന് പാടുവാൻ കഴിയുമോ? അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടു കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടു കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ എത്ര പേർക്ക് ഉല്ലാസമുണ്ട്? എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ഹല്ലേലൂയ. ഭക്തൻ പാടിയത് എങ്ങനെയാണ്? ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ജീവിതത്തിന്റെ യാത്രയിൽ ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ മുമ്പിൽ, ഒരു പ്രത്യേക മഹാമാരിയുടെ മുൻപിൽ, പകർച്ചവ്യാധിയുടെ മുൻപിൽ, കണ്ടിട്ട് കാണാതെ പോകുന്ന ഒരു അനുഭവത്തിൽ കൂടെ ഒരു പക്ഷെ കടന്നു പോകുന്ന ദൈവ പൈതലേ, ഭക്തനായ മനുഷ്യൻ ഇങ്ങനെയാണ് പാടിയത്. അതിനൊരു കാരണമുണ്ട്. ആ കാലഘട്ടത്തിൽ, താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പകർച്ചവ്യാധി തന്നെ പിടിച്ചു. ഇന്നത്തെ പോലെ വാക്സിനേഷനും ഒന്നും ഇല്ലാതിരുന്ന കാലം. തൻ്റെ കൊച്ച് ഓലക്കുടലിൽ താൻ ആ പകർച്ചവ്യാധിയുമായി ഒറ്റയ്ക്കിരിക്കുന്നു. തൻ്റെ ഭാര്യയില്ല, തൻ്റെ മക്കളില്ല, തൻ്റെ പ്രിയപ്പെട്ടവരാരും തൻ്റെ കൂടെയില്ല. താനിങ്ങനെ പ്രതീക്ഷയോടെ നോക്കുന്നു, ആരെങ്കിലും തന്നെ ആശ്വസിപ്പിക്കുവാൻ, സമാധാനിപ്പിക്കുവാൻ തൻ്റെ അടുക്കലേക്ക് വരുമോ? അങ്ങനെ പ്രതീക്ഷയോടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ തൻ്റെ വീടിന് നേർക്ക് കടന്നു വരുന്നു. വളരെ നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാരൻ നമ്മെ കാണാൻ വരുമ്പോൾ എന്ത് സന്തോഷമാണ്. എന്നാൽ തൻ്റെ വീടിൻ്റെ വാതിൽക്കൽ വരെ വന്നിട്ട് ആ കൂട്ടുകാരൻ മുഖം തിരിച്ച് തൻ്റെ ഓലക്കുട ചെരിച്ചു പിടിച്ച്
തൻ്റെ മുൻപിലുള്ള മുള്ളുവേലിയുടെ സൈഡിൽ കൂടെ നടന്നു പോയെന്നാണ് ചരിത്രം പറയുന്നത്. ആ സമയത്ത് ഹൃദയം നൊന്ത ഭക്തൻ പാടി, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, പക്ഷെ എനിക്കൊരു സഹായകൻ സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ ആരെങ്കിലും ഭാരപ്പെടുന്നോ? ആ പ്രത്യാശയോടെ നമുക്ക് ആ പാട്ടൊന്ന് പാടാം. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാൽ, പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവയ്ക്കു കാന്തനും സാധുവിനവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടും. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രത്യാശയോടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് ഉയർത്തി, കരങ്ങളെ ഉയർത്തുവാൻ കഴിയുമെങ്കിൽ കരങ്ങളെ ഉയർത്തി. കോടാകോടി കോളമെല്ലാം പടച്ചവനെല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. കോടാകോടി കോളമെല്ലാം
അടച്ചവനെല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. സൃഷ്ടികൾക്കൊക്കെയും ആനന്ദ കാരണൻ ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. സൃഷ്ടികൾക്കൊക്കെയും ആനന്ദ കാരണൻ ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ. ഹല്ലേലൂയ. ഓ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടും. ഹല്ലേലൂയ. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴാൻ. ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴാൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്റെ റബശാന്തുരിയാന്തോരോഗോ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്റെ. ഹല്ലേലൂയ. ലോകം വെടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാൺമാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു. ലോകം വെടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാൺമാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു. അന്യൻ പരദേശിയെന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വ എന്റെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്യൻ പരദേശിയെന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എന്റേതത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. റമശതുര്യാന്തന. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഓർത്തിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാലെനിക്കൊരു ഹല്ലേലൂയ. എന്റെ ദൈവം
സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അതേ പ്രിയരെ, ആരും സഹായമില്ല നിന്റെ പ്രതിസന്ധിയില്, നിന്റെ പ്രതികൂലത്തില്, നിന്റെ സാമ്പത്തികമായ ഞെരുക്കത്തിൽ. പലരും കണ്ടിട്ടും കാണാതെ പോയെന്നിരിക്കാം. ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ നിന്റെ സഹോദരന്മാരുടെ സ്റ്റാറ്റസിനൊത്തവണ്ണം നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ, നിന്റെ കയ്യിൽ അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ, നിനക്കതിനുള്ള പേഴ്സണാലിറ്റി ഇല്ലെങ്കിൽ, ഒരു പക്ഷെ നീ സഹോദരന്മാർക്ക് ഒരു ഭാരമായേക്കാം, നീ സഹോദരന്മാർക്ക് ഒരു ബാധ്യതയായേക്കാം. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് നീ ഒരു ബാധ്യതയാണോ, ഒരു ഭാരമാണോ? കർത്താവിന് നീ ബാധ്യതയല്ല കേട്ടോ. കർത്താവിന് നീ ഒരു ഭാരമല്ല കേട്ടോ. അന്യൻ പരദേശിയാണെന്നാണ് എന്റെ മേലെടുത്തെങ്കിലും എല്ലാം എന്റേതാണ്, എല്ലാം എനിക്കുള്ളതാണ്. കാരണം സൃഷ്ടിതാവ് പറയുന്നു, സൃഷ്ടിച്ചവൻ പറയുന്നു, നിർമ്മിച്ചവൻ പറയുന്നു, നീ എനിക്ക് വിലയേറിയവനാ, നീ എനിക്ക് മാന്യനാ, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, നിനക്ക് പകരം ഞാൻ ജാതികളെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകലിൽ ആ കർത്താവിനെ ആശ്രയിപ്പാൻ കഴിയും? സഹോദരന്മാർക്ക് നീ ഒരു ബാധ്യതയായോ? സഹോദരന്മാർക്ക് നീ ഒരു ഭാരമായോ? ഇല്ല, കർത്താവിന് നീ ഭാരമല്ല. കർത്താവിന് നീ ഒരു ബാധ്യതയല്ല. നിന്റെ പ്രതിസന്ധിയുടെ മുൻപിൽ ഒരുപക്ഷെ നിന്റെ ഫോൺ കോളുകൾ പോലും അവർക്കൊരു ഭയമായിരിക്കാം, ഭാരമായിരിക്കാം. ഒറ്റപ്പെട്ട അവസ്ഥയിൽ തേങ്ങുന്ന ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് കാണുകയാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ആരുമൊന്ന് മിണ്ടി പറയാൻ പോലും ഇല്ലാതെ, ഒരു സമ്പർക്കങ്ങളും ഇല്ലാതെ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധാത്മാവ് കാണുകയാണ്. നിങ്ങളോട് ഹൃദ്യമായി അവൻ സംസാരിക്കുന്നു, നിങ്ങൾക്കുള്ള ദൂത് കൈമാറുകയാണ്. നീ എനിക്ക് വിലയേറിയവൻ എന്ന് സർവശക്തനായ ദൈവം ഇന്ന് പകൽ നിന്നോട് കൽപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം നിനക്ക് വേണ്ടി പുറപ്പെടുകയാ. ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, നീ എനിക്ക് മാന്യനാ. നിന്റെ കൂട്ടുകാരുടെ മുൻപിൽ നീ ഒരു പരിഹാസ വിഷയമായിരിക്കാം, നിന്റെ കൂട്ടുകാരുടെ മുൻപിൽ നീ ഒരു അപമാന വിഷയമായിരിക്കാം, നിന്റെ വീട്ടുകാരുടെ മുൻപിൽ നീ ഒരു അപമാന വിഷയമായിരിക്കാം, നിന്റെ മാതാപിതാക്കളുടെ മുൻപിൽ നീ ഒരു അപമാന വിഷയമായിരിക്കാം, നിന്റെ സഹോദരങ്ങൾക്ക് മുൻപിൽ നീ ഒരു അപമാന വിഷയമായിരിക്കാം, നിന്റെ സഭക്കാരുടെ മുൻപിലും നീ ഒരു അപമാന വിഷയമായിരിക്കാം, നിന്റെ സമൂഹത്തിന്റെ മുൻപിലും നീ ഒരു അപമാന വിഷയമായിരിക്കാം. പക്ഷേ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. സമൂഹം വെറുത്തവരെ എന്റെ യേശു സ്നേഹിക്കുന്നു കേട്ടോ. ശമരിയക്കാരത്തി സ്ത്രീ, ആ സ്ത്രീയുടെ ജീവചരിത്രമൊക്കെ നമുക്കറിയാം അല്ലേ? അനേക ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനും ഭർത്താവല്ല എന്ന് യേശു അറിഞ്ഞിട്ടും യേശു ആ ഒരൊറ്റ ശമരിയ സ്ത്രീയെ തേടി
ശമര്യയിലേക്ക് കടന്നുപോയി. യഹൂദന്മാർ പോകാത്ത സ്ഥലം, യഹൂദന്മാരും ശമര്യക്കാരും തമ്മിൽ വലിയ ശത്രുത നിലനിൽക്കുന്ന കാലഘട്ടം. യഹൂദ റബ്ബിമാർ ഒരു കാരണവശാലും ശമര്യയിലേക്ക് അവർ പോകത്തില്ല. അവർ വഴിമാറി യാത്ര ചെയ്യുമായിരുന്നു. എളുപ്പം ശമര്യയിൽ കൂടെ അവർക്ക് യഹൂദിയയിൽ കടന്നു ചെല്ലാമായിരുന്നു, യെരൂശലേമിൽ നിന്നാൽ അവർ യോർദാൻ മുറിച്ച് കടന്ന് വെള്ളത്തിൽ ഇറങ്ങി കയറി അടുത്ത സ്ഥലത്തു കൂടെ പോയി പിന്നെയും നദിയിലേക്ക് ഇറങ്ങി. അവിടെ കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ യേശു ആ ശമര്യയിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? യേശു എല്ലാവരെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. സമൂഹം അവഗണിച്ചവരെയും യേശു സ്നേഹിക്കുന്നു. സമൂഹം തള്ളിക്കളഞ്ഞവരെയും യേശു സ്നേഹിക്കുന്നു. സമൂഹം വിലയിട്ടവരെയും യേശു സ്നേഹിക്കുന്നു. സമൂഹത്തിൽ ഒത്തിരി അവഗണിക്കപ്പെട്ടവരുണ്ട് കേട്ടോ. ഒരുപാട് പുറംതള്ളപ്പെട്ടവരുണ്ട്. ജാതി വ്യവസ്ഥയിൽ പുറംതള്ളപ്പെട്ടവരുണ്ട്. ഇങ്ങനെയുള്ള രീതിയിൽ ജനിച്ചു പോയതുകൊണ്ട് പുറംതള്ളപ്പെട്ടവരുണ്ട്. ജീവിത സാഹചര്യങ്ങളിൽ മോശമായ വഴികളിൽ എത്തിപ്പെട്ടതുകൊണ്ട് പുറംതള്ളപ്പെട്ടവരുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത് അതാണ്: യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിന്റെ വീട്ടുകാരൻ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കാം. ഒരു പ്രത്യേക രീതിയിൽ ജനിച്ചത് കൊണ്ട് നിന്റെ വീട്ടുകാരൻ നിന്നെ അവഗണിച്ചിരിക്കാം. നിന്റെ വീട്ടുകാരൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കാം. നിന്റെ വീട്ടുകാർക്ക് നീ ഒരു വേസ്റ്റ് പീസ് ആയിരിക്കാം, ഒരു ബാധ്യതയായിരിക്കാം, ഒരു ഭാരമായിരിക്കാം. എന്നാൽ പ്രിയരെ, യേശു കർത്താവിന്റെ മുൻപിൽ നീ ഒരിക്കലും ഒരു ഭാരമല്ല കേട്ടോ. ഒരിക്കലും ഒരു ഭാരമല്ല കേട്ടോ. ഒരിക്കലും ഒരു ഭാരമല്ല. ഈ ആരാധനയിൽ എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ള സന്ദേശം അതാണ്: അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ശമര്യയിൽ ഒരു സ്ത്രീയെ തേടിപ്പോയ യേശു, ഒരു വ്യക്തിയെ തേടിപ്പോയ യേശു, ആ യേശുവിന് നിന്റെ ജീവൻ വലുതാ. ഒരു ഷണ്ണിന് വേണ്ടി മരുഭൂമിയിലേക്ക് ഫിലിപ്പോസിനെ അയച്ച യേശു, ആ യേശുവിന് നിന്റെ ജീവൻ വലുതാ, നിന്റെ പ്രാണൻ വലുതാ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യമാണല്ലോ ഞാൻ ഉദ്ധരിച്ചത്. ആ വാക്കുകൾ മാത്രം ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്താൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 43-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ്: നിന്റെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ, നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 41-ാം അധ്യായം 10-ാമത്തെ വാക്യം, യെശയ്യാവ്, ഐസയ്യ 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയരെ, ഇന്ന് നിരാശയുടെ പടുകുഴിയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിരാശയിൽ തകർന്നടിഞ്ഞ് ജീവിക്കുവാൻ ഒരു മാർഗവും മുൻപിലില്ല.
എല്ലാ മാർഗവും എൻ്റെ മുൻപിൽ ഇരുളടഞ്ഞു പോയി വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി ഞാനൊരു വഴി തുറക്കും. യെസ്, മുൻപുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എത്ര പേരെന്ന് പകലിൽ വിശ്വസിക്കും? വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തൊരാമേൻ പറഞ്ഞാട്ടെ, ഏറ്റെടുത്തൊരാമേൻ പറഞ്ഞാട്ടെ, ഏറ്റെടുത്തൊരാമേൻ പറഞ്ഞാട്ടെ. കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. ഹല്ലേലൂയ. റമന ശന്തുരിയാന്തന. യെശയ്യാവ് 43 അധ്യായം 19 വാക്യം 18 മുതൽ. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു പുതിയ വഴി കർത്താവ് ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറക്കുന്നു. ഒരു പുതിയ വാതിൽ നിനക്ക് വേണ്ടി ഇന്ന് പകൽ കർത്താവ് തുറക്കുന്നു. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് വേണ്ടി തയ്യാറാകുന്നില്ല. പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് സംസാരിക്കാനുള്ള ദൂത് കൈമാറി കഴിഞ്ഞുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തേ. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. എന്തുകൊണ്ടാ? യേശു അവനെ സ്നേഹിച്ചു. അവന്റെ കൊച്ചു പ്രാർത്ഥന യേശു കേട്ടതുകൊണ്ട്. പ്രിയരെ, ഇന്ന് പകലിൽ കർത്താവ് നിനക്ക് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്യും. വലിയൊരു അത്ഭുതം ചെയ്യും. ഒരു പാട്ടുകൂടെ പാടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറ യേശു പുതുജീവൻ പകർന്നിടുന്നു. ഹല്ലേലൂയ. ആ പാട്ടിൽ എങ്ങനെയാണ് പാട്ടുകാരൻ പാടുന്നത്? ഭാരം വലിയതോ, നുകം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നോ, നിന്നെ താങ്ങുന്ന ഒരു യേശുവുണ്ട്. അതെ പ്രിയരെ, ഹല്ലേലൂയ. നമ്മളെ താങ്ങുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. ഏത് സാഹചര്യത്തിലും നമ്മെ താങ്ങുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറ യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറ യേശു പുതുജീവൻ പകർന്നിടും. ഭാരം വലിയതോ, ദുഃഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നോ, നിന്നെ താങ്ങുവാൻ ഒരു കരമുണ്ട്. അത് ശാശ്വത പാറയായ യേശുവാണ്.
ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതൻ ദുഷിക്കുന്നോ താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും, ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരകൾ, അതിഘോരമാം മേടുകൾ, മരണത്തിൻ കൂരിരുളോ, കണ്ണുനീരിൻ താഴ്വരകൾ, അതിഘോരമാം മേടുകളോ, താഴ്വരകൾ, അതിഘോരമാം മേടുകളോ, മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും, ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതൻ ദുഷിക്കുന്നോ താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും, ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളെയും
ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ലോകരാജ്യങ്ങളോട് കരുണ തോന്നുവാൻ, മനസ്സലിയുവാൻ സഹോദരി ബിൻസി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതായിരിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുപ്പച്ച, ഈ നല്ല പകൽക്കാലത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു വിശുദ്ധ പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തന്നതിനെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് കർത്താവിൻ്റെ ദയ കൊണ്ടത്രേ. വചനത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് കർത്താവിൻ്റെ ദയയാകുന്നു. ഹല്ലേലൂയ. അതേ കർത്താവെ, ഈ ഭൂമിയിൽ ഒരു പ്രാവശ്യം കൂടെ ആയുസ്സോടും ആരോഗ്യത്തോടും ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവിനെ സ്തുതിക്കും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കോവിഡ്-19 എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ ദേശങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളുടെ രാജ്യങ്ങളെ വിടുവിക്കണമേ, ഞങ്ങൾ പാർക്കുന്ന ഞങ്ങളുടെ പട്ടണങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ സയൻസും കർത്താവെ, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ടാകുന്ന വണ്ണമെല്ലാം ചെയ്തു കർത്താവെ. എന്നാൽ ദൈവത്തിൻ്റെ മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവല്ലാതെ വിടുവിപ്പാൻ ആരുമില്ലല്ലോ. ഞങ്ങളുടെ രാജ്യങ്ങളോട്, ഞങ്ങളുടെ ലോകത്തോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ലോകരാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ. ഈ മഹാമാരിയെ തുടച്ചു നീക്കിക്കളയുവാൻ കർത്താവിന് മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവെ, അവരെയൊക്കെ പരിപാലിക്കണമേ. വേഗത്തിലൊരു വിടുതൽ. ഹോസ്പിറ്റലുകളിൽ, റൂമുകളിൽ, വെന്റിലേറ്ററുകളിൽ, ICUവിലെല്ലാം അഡ്മിറ്റ് ആയിരിക്കുന്ന ഞങ്ങളുടെ അനേക സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കന്മാർ, അവരോടൊക്കെ മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം വെച്ച് കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്നവരുടെ മേൽ കർത്താവ് വിടുതലയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ഡോക്ടേഴ്സ്, നഴ്സസ്, കർത്താവെ, മറ്റ് ഈ കോവിഡ് രോഗത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മെഡിക്കൽ സ്റ്റാഫ്സിന് വേണ്ടി, ഹെൽത്ത് വർക്കേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, കർത്താവെ, പോലീസ് അധികാരികൾ, അവരെയൊക്കെ നിന്റെ പുണ്യകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരെയൊക്കെ അവിടെ നിന്ന് പരിപാലിക്കണമേ, അവിടെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമേ. കർത്താവെ, അവരുടെ ഭവനങ്ങളെ, അവരുടെ കുഞ്ഞുമക്കളെ, അവരുടെ മാതാപിതാക്കളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലൈവിൽ കൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ ഭാരത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ ജനമായിരിക്കുന്ന കർത്താവെ, ഏത് വിഷയത്തിൽ അവർ ഭാരത്തോടെ ആയിരിക്കുന്നുവോ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഞങ്ങളെ കാണുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മുമ്പിൽ വലിയ വഴികൾ, അറിയപ്പെടാത്ത വഴികൾ, അവരുടെ ചിന്തകളിൽ പോലും വരാത്ത വഴികൾ കർത്താവ് തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് നല്ല കുടുംബജീവിതം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തക്ക തുണയെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി കൊടുക്കണമേ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണയെ കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അതേ കർത്താവെ, തക്ക തുണയെ ഒരുക്കി കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതും സന്തോഷകരമായതുമായ കുടുംബജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റു പലവിധമായ വിഷയങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. കർത്താവെ, അവിടുന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹന്നായെ ഓർത്ത ദൈവം, സാറായെ ഓർത്ത ദൈവം, അവിടുന്ന് മനസ്സലിയണം. റാഹേലിനെ ഓർത്ത ദൈവം, അപ്പാ അവിടുന്ന് കരുണ തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങളെ ചെയ്യണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കർത്താവ് കൊടുത്തവരെ മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. പലവിധമായ ഭാരത്തോടെ കർത്താവെ, എങ്ങനെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും, പലതും പലരോട് തുറന്നു പറയുവാൻ കഴിയാതെ വേദനയോടെ കർത്താവെ, ആരും സഹായിപ്പാനില്ല
സഹായമില്ലാതെ എന്ന് ഞങ്ങൾ പാടിയതുപോലെ സഹായിക്കുമെന്ന് കരുതിയവർ തിരിഞ്ഞു പോലും നോക്കാതെ ഒരു ഫോൺ കോൾ, അവരുടെ ഫോൺ കോൾ പോലും പേടിച്ചിരിക്കുന്ന കർത്താവെ അനേകരുണ്ട് കർത്താവെ. ഓ, നീ അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കരുണ തോന്നണമേ. നിന്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. ആരും സഹായിപ്പാനില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നു. എന്നാൽ അവരെ സഹായിപ്പാൻ ഒരു സഹായകൻ വാനിലുണ്ടല്ലോ. ആ സഹായകനെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. വചനത്തിൽ പറയുന്നത് പോലെ ആത്മാവെ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്തിന്? അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു വിശ്വാസവും ആശ്വാസവും ജനം പ്രാപിക്കട്ടെ കർത്താവെ. ഹൃദയഭാരത്തോടെ ഇരിക്കുന്ന ജനത്തെ കർത്താവ് ആശ്വസിപ്പിക്കണം. അവരേത് വിഷയത്തിൽ ഹൃദയഭാരത്തോടെ നുറുങ്ങിയിരിക്കുന്നുവോ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുറിവുകളെ കെട്ടുന്നവൻ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ, ഞങ്ങളെ മാർവോട് ചേർത്ത് നിർത്തുന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെയൊക്കെ അവിടെ നിന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവർക്ക് വേണ്ടുന്ന നന്മകൾ ഒരുക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ സംരക്ഷിക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പല കുഞ്ഞുങ്ങളും ഹോസ്പിറ്റലുകളിലൊക്കെ കർത്താവെ പലവിധമായ രോഗങ്ങളാൽ, ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളാലൊക്കെ പല കുഞ്ഞുങ്ങളും ഹോസ്പിറ്റലുകളിലാണ്. പിതാവേ, അവരുടെ മാതാപിതാക്കന്മാരുടെ വേദന ദൈവം അറിയുന്നല്ലോ. കർത്താവ് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് പരിപാലിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടുന്ന ആരോഗ്യവും ബലവും എല്ലാം കൊടുക്കണം. ഈ പ്രത്യേക കാലഘട്ടത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ വഹിക്കണം. ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളുടെ യൗവനക്കാരെയൊക്കെ സഹായിക്കണം കർത്താവേ. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന തലമുറയിൽ ക്രിസ്തുവിന് വേണ്ടി അനിന്യരും പരമാർത്ഥ ഹൃദയമുള്ള മക്കളുമായി നിൽപ്പാൻ ഞങ്ങളുടെ യൗവനക്കാരെ എല്ലാവരെയും, ഞങ്ങളുടെ മക്കളെ എല്ലാം അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാവരെയും പൊന്നുകരങ്ങളിൽ നിന്ന് പകൽ സമർപ്പിക്കുന്നു കർത്താവേ. ഈ ലൈവിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ കൃപയും നമ്മെ അനുദിനം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ മടങ്ങി വരേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ചെയ്യേണ്ടുന്ന കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.